അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ പറഞ്ഞവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. മുറാദുകൾ പറഞ്ഞവരുടെ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ആവശ്യങ്ങൾ പറഞ്ഞവരുടെ ആവശ്യങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. സങ്കടങ്ങൾ പറഞ്ഞവരുടെ സങ്കടങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകമായി ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല ഖൈറായ അനുയോജ്യമായ ജോലി അല്ലാഹു അവർക്ക് കടുപ്പിച്ചു കൊടുക്കട്ടെ. ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ കഴിഞ്ഞ് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ജോലി എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കട്ടെ. ഉള്ള ജോലി അല്ലാഹു തആല ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഒരു പ്രയാസവും തരാതെ സന്തോഷം മാത്രം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ അല്ലാഹു തആല ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. നമുക്കൊക്കെ ആവശ്യമായ സമ്പത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങളില്ലാത്ത ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഉള്ള കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം അല്ലാഹു നമുക്കൊക്കെ പെട്ടെന്ന് എളുപ്പമാക്കി തരട്ടെ. രോഗികളായ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അല്ലാഹു പരിപൂർണ ശമനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മമ്മറഞ്ഞു പോയവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. അതുപോലെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആരും മടി കാണിക്കരുത്. പ്രധാനമായും ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് നടക്കുന്നുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളും ആത്മാർത്ഥമായി പങ്കെടുക്കുക. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരും മടി കാണിക്കരുത്. ഒരുപാട് ഫലം ലഭിക്കുന്ന മജ്ലിസാണ്. അള്ളാഹു ഒരുപാട് ഫലം ലഭിക്കുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽപ്പെട്ട മജ്ലിസാക്കിയ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ഇതിൽ ഒരുപാട് ക്ലാസുകൾ, ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളിൽ വന്നിട്ടുള്ള ഒരു വിഷയം, പറഞ്ഞുതരാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട നമുക്കൊക്കെ ആവശ്യമായൊരു വിഷയമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുറാദുകളും അഭിലാഷങ്ങളും മോഹങ്ങളും കൊണ്ടു നടക്കുന്നവരാണ്. ആഗ്രഹങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ദുനിയാവിലില്ല. ആവശ്യങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ദുനിയാവിൽ ജീവിക്കുന്നില്ല. പലർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. എനിക്ക് എന്റേതായ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഇങ്ങോട്ട് പറയാൻ പറ്റുന്നതാവാം, പറയാൻ പറ്റാത്തതാവാം. പടച്ച റബ്ബിനോട് മാത്രം പറയേണ്ട ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഏത് ആഗ്രഹങ്ങളാണെങ്കിലും ആവശ്യങ്ങളാണെങ്കിലും അഭിലാഷങ്ങളാണെങ്കിലും മോഹങ്ങളാണെങ്കിലും അത് പെട്ടെന്ന് നേടിയെടുക്കാൻ മഹത്തുക്കൾ ഒരുപാട് വഴി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നാം അത് സ്വീകരിക്കാൻ റെഡിയായാൽ മതി. അത് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കാൻ റെഡിയാണോ എന്നാ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്ക് നൽകും. നമ്മുടെ ആഗ്രഹം അല്ലാഹു തആല നിറവേറ്റിത്തരും. ഞാൻ പോലും അറിയാതെ, ഞാൻ പോലും വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു തആല അതിനുള്ള വഴി മാർഗം അല്ലാഹു തആല തെളിയിച്ചു തരും, ഉറപ്പാണ്. അത് ഞാൻ ചെയ്യേണ്ടത് എന്താ? മഹത്തുക്കളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമ്മളെ കൊണ്ട് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് നാം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നാം അത് മുറുകെ പിടിച്ച് പതിവാക്കി കൊണ്ടു നടക്കുകയാണെങ്കിൽ ഉറപ്പായും പ്രിയപ്പെട്ടവരെ അത് സാധിക്കും. അത്ര നല്ലൊരു കാര്യമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ആയുസ്സിൽ നിന്ന് ഒരു അരമണിക്കൂർ നാം ചെലവഴിക്കാൻ റെഡിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് നടക്കാത്ത ആഗ്രഹമാണെങ്കിലും ഏത് നടക്കാത്ത ആവശ്യമാണെങ്കിലും അത് നടക്കും, ഉറപ്പാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറയുന്ന ഈ കാര്യം ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കാര്യം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മഹത്തുക്കൾ അവരവരുടെ ജീവിതത്തിൽ ചെയ്ത് ഫലം ലഭിച്ചത് നമുക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ നിങ്ങൾക്കും എത്തിച്ചു തരുന്നത്. അതിൽ യാതൊരുവിധ സംശയവും കാണിക്കാതെ നല്ല മനസ്സാന്നിധ്യത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്
നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ആഗ്രഹം എന്താണെങ്കിലും അത് പെട്ടെന്ന് പൂവണമെങ്കിൽ കാണാം. അത് നാം ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. എല്ലാ ആളുകളും ശ്രദ്ധിച്ച് വീട് മുഴുവനായി കേട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അത് പൂർത്തീകരിച്ചെടുക്കുക. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നാം ചെയ്യേണ്ടത്, നമ്മുടെ ഏത് ആഗ്രഹമാണ് നടക്കേണ്ടത് ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിയത്തി വെക്കുക. ഏത് ആവശ്യമാണെങ്കിലും അത് മനസ്സിൽ നല്ലോണം നിയത്തി വെച്ചതിന് ശേഷം നമ്മളെ കൊണ്ട് അറിയുന്ന സലാത്ത്, ഏത് സലാത്താണോ നമുക്ക് അറിയുന്നത് ആ അറിയുന്ന സലാത്തിൽ ഫാത്തിഹ അറിയുമെങ്കിൽ വളരെ ഉത്തമം. അതല്ലെങ്കിൽ സലാത്തുൽ ഇബ്രാഹിമിയ അത്തിഹാത്തിലേക്ക് പോകുന്ന അതറിയുമെങ്കിൽ അതും വളരെ ഉപകാരമാണ്. ഏതും അറിയില്ലെങ്കിൽ ആ നിരാശപ്പെടണ്ട. നിങ്ങൾക്ക് അറിയുന്ന ഏത് സലാത്താണോ അറിയുന്നതെങ്കിൽ ആ സലാത്ത് ആദ്യം ഒരു 11 പ്രാവശ്യം ചൊല്ലുക. 11 പ്രാവശ്യം ഈ സലാത്ത് ചൊല്ലി അതിനുശേഷം ഒരു 1000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ 1000 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം വീണ്ടും 11 പ്രാവശ്യം നമ്മളെക്കൊണ്ട് അറിയുന്ന സലാത്ത് ഏതാണോ അറിയുന്നത്, ഇന്ന സലാത്ത് എന്നില്ല, ഞാൻ പറഞ്ഞത് അതറിയുമെങ്കിൽ അങ്ങനെ, ഞാൻ പറഞ്ഞ സലാത്ത് അറിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് അറിയുന്ന സലാത്ത് ഏതാണോ അത് വീണ്ടും 11 പ്രാവശ്യം ചൊല്ലി ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ഇത് ചെയ്യുന്ന അരമണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെച്ചാൽ മതി. ഇത് ചെയ്യുമ്പോൾ ഏറ്റവും ഉത്തമം എന്നുള്ളത് തുടർച്ചയായി ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ച് ദുആ ചെയ്യാൻ നല്ലത്. ഇനി ചിലപ്പോ ഉമ്മമാര് സ്ത്രീകളൊക്കെ ആകുമ്പോ വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോ ഇത് തുടർച്ചയായി ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിങ്ങൾ എപ്പോഴാണോ തുടങ്ങുന്നത് അത് ആ ദിവസം തന്നെ പരമാവധി അവസാനിപ്പിച്ച് അത് ചെയ്യുക. തുടക്കത്തിൽ 11 സലാത്ത് ചൊല്ലി വീണ്ടും 1000 ഫാത്തിഹ ബിസ്മിയാണ് ഓതേണ്ടത്. ബിസ്മിക്ക് ശേഷം വീണ്ടും 11 സലാത്ത് ഓതണം. മറക്കരുത്. തുടക്കത്തിൽ 11 സലാത്ത്, അത് കഴിഞ്ഞിട്ടാണ് 1000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലേണ്ടത്. അതിനുശേഷം വീണ്ടും 11 സലാത്ത് ചൊല്ലി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്താൽ, നല്ല നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ചെയ്താൽ ഉറപ്പായി നമ്മുടെ ആഗ്രഹം എന്താണെങ്കിലും ആവശ്യം എന്തായാലും പൂർത്തിയായി കിട്ടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സഹായിക്കട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെ ആഗ്രഹങ്ങളും ഇതിലുകൊണ്ട് അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിൽ എല്ലാവരുടെ സന്തോഷ സമാധാനവും അല്ലാഹു നിലനിർത്തി തരട്ടെ. ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കട്ടെ. രോഗങ്ങളുടെ പ്രയാസമായ രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അല്ലാഹു നമുക്കൊക്കെ കനി നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ്ഖി നബിയിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.